ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ഒരു പോട്ട് മേക്കിംഗ് ആണ്. അപ്പോൾ ഇതിന് മാത്രം പോട്ട് എവിടുന്നാന്ന് നിങ്ങൾ വിചാരിക്കും. ഞങ്ങൾ എവിടെ ചെന്നാലും ഈ ആർട്ടിഫിഷ്യൽ ചെടി വാങ്ങുവേ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പോട്ടെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെക്കാറുണ്ട്, എന്തെങ്കിലും ഒരു ഉപകാരം വന്നാലോ എന്ന് വിചാരിച്ച്. ബൈ ഞാൻ വിഷയത്തിൽ തെന്നി മാറുന്നു. അപ്പോൾ നമ്മളിന്ന് പോട്ട് മേക്കിങ്ങിനോട് ക്ലേ ആർട്ടും ചെയ്യുന്നുണ്ടേ. ആദ്യം ഞാൻ പോട്ടിനെല്ലാം പെയിൻ്റ് അടിച്ച് അത് ഉണങ്ങാൻ മാറ്റി വെച്ചു. അതിനുശേഷം ക്ലേ എടുത്തു. 2 കളർ ക്ലേ ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഗ്രേപ്പ് കളറും ഒന്ന് യെല്ലോ കളറും. പശ കൊണ്ട് പോട്ടിന് 4 ഡോട്ടിന് ശേഷം മഞ്ഞ ക്ലേ കൊണ്ട് അതെല്ലാം ഒട്ടിച്ചു കൊടുത്തു. ഈ ബോട്ടിൽ ആർട്ടും ക്ലേ ആർട്ടും ഒക്കെ എളുപ്പം ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഏതായാലും ക്ഷമയും സമയമുള്ളവർക്ക് ഇതെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ചുറ്റിനും ഞാൻ ഗ്രേ കളറിലെ ക്ലേയും കൂടെ ഒരു പൂവിൻ്റെ ഇതള പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മുഴുവനും ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതൊന്നും കൂടി ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഈ പശ കൊണ്ട് ഈ ക്ലേ ഒട്ടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരു കൗതുകത്തിന് ക്ലേ വാങ്ങിച്ചാൽ ക്ലേ കൊണ്ട് എന്താ എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു രൂപ ഒക്കെ കിട്ടിയിട്ടുണ്ടേ. അതിനുശേഷം ഒരു കമ്പി കൊണ്ട് നടുക്ക് ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഉണ്ടാക്കിയ ഫ്ലവർ പോട്ട് നമുക്കൊന്ന് അലങ്കരിച്ച് കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു സാധനം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. അത് നടുവേ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ കുറച്ച് അധികം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ പച്ച കളറിലെ പെയിൻറ് അടിച്ചത്. കട്ട് ചെയ്തതിന് മുമ്പേ പച്ച കളർ പെയിൻറ് അടിക്കാമെന്ന് എനിക്ക് തോന്നിയാൽ എന്തായാലും പോട്ടെ. അപ്പോൾ ഫ്ലവർ വൈസിൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തേ. മോക്കോളിൻ്റെ ഉള്ളിൽ റൗണ്ട് പോലത്തെ ആ സാധനം നമുക്ക് ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അത് മുത്ത് പോലെ ഇരുന്നോളും. അത് നമുക്ക് ഇതിനകത്ത് ഉള്ളിൽ നമുക്ക് പശ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ഇതിന് കളർ അടിച്ച് കൊടുക്കാം. റെഡും മഞ്ഞയാണ് ഞാൻ കളർ അടിക്കാൻ പോകുന്നത്. ഒന്നിടവിട്ട് ഞാൻ കളർ കൊടുത്തേ കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്ന റെഡും മഞ്ഞ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. അപ്പം ഫൈനൽ ലുക്ക് നിങ്ങൾ കാണണ്ടേ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇത് എങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.